ഹായ് എവരിവൺ. ചിലയിനം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അങ്ങനെ ചൂടാക്കുമ്പോൾ അവയുടെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ കുറയുകയും അത് നമ്മുടെ ശരീരത്തിന് വളരെ അപകടകരമായിട്ടുള്ള ചില രാസമാറ്റങ്ങൾ അവയ്ക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന് പറയുകയാണെങ്കിൽ കുക്കിംഗ് ഓയിലാണ്. ഇങ്ങനെ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ ഇതിന് ഹൈഡ്രോജനേഷൻ സംഭവിക്കുകയും ഇതിൽ ട്രാൻസ്ഫാറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഇത്തരം ട്രാൻസ്ഫാറ്റ് വന്നിട്ട് ഫാറ്റി ലിവർ, രക്തക്കൊല്ലുകളിൽ ബ്ലോക്ക്, സ്ട്രോക്ക്, കാർഡിയാക് അറസ്റ്റ് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. പിന്നീട് മുരിങ്ങയില, ചീരയില പോലെയുള്ള ഇലവർഗ്ഗങ്ങളും ക്യാബേജ്, അതുപോലെ ക്യാരറ്റ്, ബീൻസ് പോലുള്ളവ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അതുപോലെ വയറിന് സ്തംഭനം എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ അരി ആഹാരങ്ങളാണ്. ഇവ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ ഇതിലെ ബാസിലസ് എന്ന ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വന്നിട്ട് ഫുഡ് പോയ്സൺ ഉണ്ടാക്കാൻ കാരണമാകുന്നു. പിന്നീട് മുട്ടയാണ്. മുട്ട നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റും അതിൻ്റെ ഒരു സ്ട്രക്ചറും മാറിയിട്ട് നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവാൻ കാരണമാകുന്നു. പിന്നീട് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വയറിന് സ്തംഭനം, ഗ്യാസ്ട്രൈറ്റിസ് എന്നിവ ഉണ്ടാക്കാൻ കാരണമാകുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ കൂണാണ്. കൂണ് നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കൂണ് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് വളരെ ഉചിതം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.